ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എന്തിനായിരിക്കും വെളിയിൽ നിൽക്കുന്നത് ഈ രാത്രി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനങ്ങ് വിചാരിക്കും നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. ബർത്ത്ഡേ ആണ്, ഇന്നല്ല നാളെയാണ് ബർത്ത്ഡേ. അതുമല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അരവി ഡ്യൂട്ടിക്ക് വന്നതുകൊണ്ട് പത്തനംതിട്ട ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു രാത്രി റെഡിയായി നിൽക്ക്, പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയായി നിന്നതാണ്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് രാത്രി ഇറങ്ങി കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എനിക്ക് മനസ്സിലായി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, ഒരു കേക്ക് വാങ്ങുന്നു, സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വലിയ പരിപാടി ഒന്നുമില്ല. ഞാനിപ്പോൾ കുറേ നേരമായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. ഈ പ്രേമിക്കുന്ന കാലം തൊട്ടേ ഉള്ളൊരു പരിപാടിയാണ്. ഞാൻ ഇത്ര ടൈമിൽ വരും, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു 9 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 9 മണിയാകുമ്പോൾ ഞാൻ അവിടെ കാണും. പുള്ളി വെയിറ്റ് ചെയ്ത് അത് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും. ഞാൻ ഒരുങ്ങി പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, എന്നിട്ട് കുറേ ലേറ്റായാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു, കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ പത്തനംതിട്ടയിലാണ് ജീവിക്കുന്നതെങ്കിലും ആദ്യമായിട്ടാണ് ടൗൺ സ്ക്വയറിൽ പോകുന്നത്. അതിപ്പോൾ പണിതിട്ട് കുറേ അടുത്തെങ്ങാനും ആയതേ ഉള്ളൂ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ പോയി രാത്രിയിലിരിക്കാൻ നല്ല രസമൊക്കെ കേട്ടോ. കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്തനംതിട്ട ഇത്ര പുരോഗമിച്ചോന്ന് ഞാൻ വിചാരിച്ചു. രാത്രിയിലൊന്നും ഞാനങ്ങനെ 10-11 മണി ആ ടൈമിൽ ഞാനങ്ങനെ പെണ്ണുങ്ങളൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നേരത്തെ കാര്യമാണ് പറഞ്ഞേ. ഇപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു, കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അരവിയുടെ ഒരു ഫ്രണ്ട് കേക്കൊക്കെ സെറ്റാക്കിയിട്ട് അപ്പുറത്തോട്ട് പോയി. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് ഇപ്പം മലന്നടിച്ച് താഴെ കിടന്നേനെ, ഭാഗ്യത്തിന് തറയിൽ പോയില്ല. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങി. മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞു ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ബസ് സ്റ്റാൻഡിൽ അവിടെ കയറി നിന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് മഴ തോന്നുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ തിരിച്ചു പോകും. ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ മഴ ആയതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നല്ല പാടല്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചില്ല. പിറ്റേന്ന് അരവി വീട്ടിൽ പോയിട്ട് വൈകിട്ട് പിന്നെയും വന്നു പത്തനംതിട്ടയ്ക്ക്. എന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് വീഡിയോ ലാസ്റ്റിലുണ്ട്. അപ്പം എനിക്ക് തന്ന ഗിഫ്റ്റാണ്. എനിക്കൊരു ചുരിദാറായിരുന്നു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പക്ഷേ എനിക്ക് കളറും എല്ലാം ഇഷ്ടപ്പെട്ടു. ഡിസൈൻ എനിക്കില്ലാത്ത കളറൊക്കെയാണ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ച് ലെങ്ത് കൂടിപ്പോയി, താഴെ വരെ അങ്ങ് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് പിറ്റേന്ന് പുള്ളി വന്നപ്പോൾ ഞാൻ അതും എടുത്തുകൊണ്ട് പോയി. ഞാനത് മാറിയെടുക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ. അരവി അത് എടുത്തുകൊണ്ട് തന്നതല്ലേ, അപ്പോൾ എനിക്കത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മാറിയെടുത്തതും അരവിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിത് ഇല്ലാത്തൊരു കളറായിരുന്നു. മറ്റേന്ന് വെച്ചാൽ നോർമൽ ഒരു ക്രീം പോലത്തെയൊക്കെ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ഓപ്പൺ ചെയ്യുന്നതോ കടയിൽ പോയി എടുക്കുന്നതോ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ കേക്കൊന്നും അധികം കഴിച്ചില്ല കേട്ടോ. ഒരു പീസ് ജസ്റ്റ് എന്തോ കഴിച്ചുള്ളൂ, ബാക്കി കുറേ അധികം ഉണ്ടായിരുന്നു. ഞാൻ 2-3 പീസ് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി, അമ്മയ്ക്കും അപ്പനും കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി അരവി ഡ്യൂട്ടിക്ക് കൊണ്ടുപോയി, അവിടെ അവന്മാരെല്ലാം കഴിച്ചോളൂല്ലോ. അങ്ങനെ അത് കൊണ്ടുപോയി. ഞാൻ തിരിച്ച് വീട്ടിലും പോയി കിടന്നുറങ്ങി. ഉറങ്ങാനൊക്കെ കിടന്നപ്പോഴത്തേക്ക് 1 മണി എന്തോ ആയി. ഉറങ്ങാൻ കിടന്നപ്പോഴാണ് എൻ്റെ അനിയൻ എന്നെ വിളിക്കുന്നത് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ വിഷ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു കയ്യിൽ 5 പൈസ ഇല്ല, എനിക്കൊന്നും വാങ്ങിത്തരാൻ. ഞാൻ പറഞ്ഞു ഞാൻ അതിനൊന്നും ചോദിച്ചില്ലല്ലോ. അങ്ങനെ മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് അവൻ കട്ട് ചെയ്തിട്ട് പോയി. പക്ഷെ എന്തോ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ കോഴിക്കോടാട്ടോ, അതുകൊണ്ട് സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ആരും ഇല്ല ഗൈസ്. പിന്നെ എന്നെ കുറച്ച് എല്ലാവരും ഫ്രണ്ട്സൊക്കെ 12 മണിക്ക് മെസ്സേജ് ഒക്കെ അയക്കും. അങ്ങനെ വിളിക്കുന്ന ആരുമില്ല. വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അനിയൻ എപ്പോഴും വിളിക്കും, പിന്നെ വീട്ടിലുള്ളവർ. പിന്നെ അല്ലാതെ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ വിളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ വിളിച്ചില്ല, അവൻ ബർത്ത്ഡേ വിഷും ചെയ്തില്ല പട്ടി. അപ്പം അത് ഞാനിങ്ങനെ ഓർത്തു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റു, നോർമൽ ഡേ പോലെ തന്നെ. അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കൊഞ്ച് കറിയൊക്കെ ഉണ്ടാക്കി, കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കി തന്നെ. അപ്പം ഈ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത് റെസിപ്പി ആയിട്ട്. അപ്പം ആ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ കുഞ്ഞുമണിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ എണ്ണയൊക്കെ പുരട്ടിയിട്ടു. എണ്ണ പുരട്ടി അവിടെ തറയിലിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത് മുഴുവൻ. അങ്ങനെ ഇതൊക്കെ റെഡിയായി. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങിയില്ല. ഉറങ്ങാനൊക്കെ പോയി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ആരെയോ വിളിച്ചിട്ട് പറഞ്ഞു റെഡിയായി നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം, പുറത്ത് പോവാമെന്ന് പറഞ്ഞു. അപ്പം പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട്, ഏഞ്ചൽ സ്കൂൾ ബാർ എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയി ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഒക്കെ കഴിച്ചു. കുഞ്ഞിനെ കൊണ്ടുപോയില്ല കേട്ടോ, അവൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും 2 മണിക്കൂർ
പിടിക്കും ഉണരാൻ വേണ്ടിയിട്ട്. പിന്നെ അവനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് കൊണ്ടുവരും. ഞങ്ങൾ സ്കൂട്ടിയിൽ അങ്ങ് പോയി ഐസ്ക്രീം ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല, ഐസ്ക്രീം കുടിക്കുന്നതിന് മുന്നേ ഞാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടാണ് ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് ഷവായ അടിച്ചു. നല്ല അടിപൊളി ഷവായ ആയിരുന്നു. കൂടെ ഒരു പ്ലേറ്റ് ഷവർമ അടിച്ചു. എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വിശന്നിരുന്നിട്ടാണ് പോയത്. ഐസ്ക്രീം കഴിച്ചിട്ട് വിശപ്പൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പത്തനംതിട്ടയിൽ റിംഗ് റോഡിൻ്റെ അവിടെ സിലിക്കൺ ചെരുപ്പ് കടയൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ അടുത്തായിട്ടൊക്കെ വരും. കലീല എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. അവിടെ കയറിയ ഫുഡ് കഴിച്ചത് അടിപൊളിയാട്ടോ. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എല്ലാം ചുരുക്കി അങ്ങ് പറഞ്ഞു. ഇനി വീഡിയോസ് നിങ്ങൾ ബാക്കി കണ്ടോ. ഓക്കെ, ബൈ, ടാറ്റാ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേടി എന്താ മറ്റേ ഈ കറങ്ങുന്ന അതായത് നരകത്തിലെ കോഴി. തിന്നു വയ്യ, എന്നാലും ഒന്ന് പിന്നെയും തിന്ന.